എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2 ഡിഷസാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് നല്ല രുചിയുള്ള ഒരു മോരുകറിയും, രണ്ടാമത്തേത് പച്ചമുന്തിരി കൊണ്ട് ഒരു അച്ചാറും. ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മൾ 1/2 ലിറ്റർ മോരെടുക്കുന്നു. ഇനി നമ്മളൊരു ജാറിൽ 1 ടീസ്പൂൺ കുരുമുളകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അതേപോലെ ഒന്ന് ചതയ്ക്കാം. അതും ചതച്ചെടുത്ത് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് പൊട്ടുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയിടാം. അതും പൊട്ടുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കൂട്ട് ഇതിലേക്ക് ഇടാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറ്റിയെടുക്കാം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. അതിൻ്റെ പച്ചമണവും ഒന്ന് മാറ്റാം. ഇനി കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് തിളയ്ക്കാൻ മാത്രം, അരപ്പ് തിളയ്ക്കാൻ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ബാക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോര് ഇതിലേക്ക് ഒഴിച്ച് ഇപ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കണം. മോര് കാച്ചുമ്പം മോര് തിളയ്ക്കാൻ പാടില്ല. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്തു നന്നായി ഇളക്കുക. തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതാ തവിയിൽ ഇങ്ങനെ ആവി വന്നു. തവിയിൽ ആവി വരുന്നതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കി അതിൽ വറ്റൽമുളകും കറിവേപ്പിലയിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്തു. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള നമ്മുടെ മോരുകറി ശരിയായി. ഇനി പച്ചമുന്തിരി എങ്ങനെയാണ് അച്ചാറിടുന്നതെന്ന് നോക്കാം. കുരുവില്ലാത്ത മുന്തിരിയാണ് എടുക്കേണ്ടത്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഇതെല്ലാമാണ്. ഒരു 1/2 കിലോ മുന്തിരിയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകിയെടുത്തു. ഇനി അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇതിന് പിന്നെ കുറച്ച് ശർക്കര പൊടി. ഇനി നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതിലേക്ക് കടുകിട്ടു. കടുക് പൊട്ടി വന്നപ്പോൾ ഉലുവയിട്ടു. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതിലേക്ക് ഇട്ടു. കറിവേപ്പില കൂടി ചേർക്കാം. ഇനി നന്നായി ഒന്ന് വഴറ്റണം. അപ്പോൾ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം കായം വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഒഴിക്കുന്ന വെള്ളം കുറച്ച് വെള്ളം മതി. അത് തിളപ്പിച്ച് ചൂടുപോയ വെള്ളമാണ് ഒഴിച്ചത്. നന്നായി തിളച്ച് വന്നപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തു. ഇതിൻ്റെ എരിവും ഉപ്പും എല്ലാം ഒന്ന് പാകമാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ശർക്കര പൊടി കൂടെ ചേർത്തത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുന്തിരിങ്ങ ഇതിലേക്ക് ഇടാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുന്തിരി വെന്ത് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
നമ്മുടെ അച്ചാർ റെഡിയായി. ഇനി ഇത് ചൂട് പോയിട്ട് ഒരു ഗ്ലാസ് ജാറിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.